ഞാൻ ഒറ്റയ്ക്കിരിക്കും. ആ ഒറ്റയ്ക്കിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണെന്നല്ല. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു സൈലൻസ് ഉണ്ട്. എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എന്നെ തന്നെ നോക്കുന്നുണ്ട്. ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ മനസാക്ഷി അല്ലെങ്കിൽ ദൈവം ആയിട്ട് ഞാൻ കാണുന്നു. ആ മനസാക്ഷിക്ക് വേണ്ടി മാത്രം, ആ മനസാക്ഷിയുടെ മുമ്പിൽ മാത്രമേ ഞാൻ ജീവിക്കുന്നുള്ളൂ. കാരണം മനുഷ്യർക്ക് പല അഭിപ്രായങ്ങളുണ്ടാകും. ഓരോ അഭിപ്രായത്തിനനുസരിച്ച് നമ്മളുടെ മൂഡിനെയോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിനെയോ മാറ്റാൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ അതൊരുപാട് എഫേർട്ടാണ്. നമ്മൾ ഒരുപാട് ഡ്രെയിൻഡ് ആവും. നമ്മൾ ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ്ങിലേക്ക് പോകും, ഡിപ്രസ്ഡ് ആവും, ആങ്ഷ്യസ് ആവും, പല പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ വ്യക്തിയും ശരിക്കും ഒറ്റയ്ക്കാണ്. എനിക്ക് എൻ്റെ ഉമ്മച്ചി, എൻ്റെ പെങ്ങന്മാർ, എനിക്കിപ്പോൾ ഒരു പെറ്റുണ്ട്, ടൈഗർ എന്ന് വെച്ചാൽ ടൈഗർ അല്ല കേട്ടോ, ക്യാറ്റാണ്, ഞാൻ പേരാണ് അവൻ്റെ ടൈഗർ. ലാസ്റ്റ് വേറെ ഇവരെല്ലാവരും എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഇവരുടെ സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കാണ്. ഇവരുടെ സെൽഫ്ലെസ് ലവാണ്, ഇതെല്ലാമാണ്. പക്ഷേ ഞാൻ എൻ്റെ കൂടെയുള്ള ആ ഒരു ഒറ്റപ്പെടലിനെ ഞാൻ ഒരുപാട് മുറുക്കി പിടിക്കുന്നുണ്ട് ഇപ്പോൾ. അത് വേറെ ഒന്നും കൊണ്ടല്ല, കാര്യം അത്ര അധികം അങ്ങനെ ഇരിക്കേണ്ട അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫാദറിൻ്റെ മരണം മുതൽ കൂട്ടിയാൽ എനിക്കന്ന് 21 ഇയേഴ്സാണ്. 19-ാം വയസ്സിൽ ഞാൻ പടം ചെയ്തു. പക്ഷേ പടം ഇറങ്ങി അത് കുറച്ച് കഴിഞ്ഞിട്ടാണ്, 18-ലെങ്ങാണ്ടാണ് ചെയ്തത്. പടം ഇറങ്ങുന്ന 19-ാം വയസ്സിലാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാപ്സിയും പോയി. പിന്നെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്തൊക്കെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്ത് ചെയ്യണം. ആ ഒരു യാത്രയിലൂടെ പല കാര്യങ്ങളും, അതായത് ഒരു നല്ല സക്സസ് കിട്ടും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു വലിയൊരു പ്രശ്നം വരും, പിന്നെ എനിക്കൊരു നല്ല സക്സസ് കിട്ടും, പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും. അങ്ങനെ എന്നെ ഒരു മറ്റേ ഉരുക്കി എടുക്കുന്ന ഒരു അവസ്ഥയിലായിക്കൊണ്ടിരുന്നത്. അപ്പോഴെല്ലാം എൻ്റെ കൂടെ ഉണ്ടാകുന്നത് ഞാൻ മാത്രമായിരുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. ആ മനസാക്ഷിയാണല്ലോ ശരിക്കും എപ്പോഴും ഉള്ളത്. വേറെ ആരെങ്കിലും ഉണ്ടോ? ആ ഒരു അവസ്ഥയാണ് എൻ്റെ ഗുരു. ആ വിഷമങ്ങളും വേദനകളും തന്നെയാണ് എൻ്റെ ഗുരു. സത്യം. ഒരു ക്ലാപ്പ് കൊടുത്തേ. വാട്ട് ഹി ജസ്റ്റ് സെഡ്. നീ ആരാടാ?